മലയാളികൾക്ക് വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന പല കഥാപാത്രങ്ങളിലൂടെയും വളരെയധികം സുപരിചിതനായ ഒരു താരം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻ ശർമ്മ എന്ന താരം. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. മോഹൻ ശർമ്മയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ്. അദ്ദേഹം ഇപ്പോൾ വളരെയധികം തന്നെ ശോചനീയമായൊരവസ്ഥയിലാണ് എന്ന് പറയാം. വൃദ്ധസദനത്തിൽ ആരോരുമില്ലാതെ നിൽക്കുകയാണ് ആ താരം ഇപ്പോൾ. തൻ്റെ മക്കളോ അല്ലെങ്കിൽ തൻ്റെ വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും തന്നെ ഒന്ന് വന്ന് കണ്ടെങ്കിൽ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ആഗ്രഹമുള്ളത് എന്നതാണ് യഥാർത്ഥ കാര്യം. ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് മോഹൻ ശർമ്മ. പിന്നീട് തമിഴിലും തെലുങ്കിലും സജീവമായ പാലക്കാട്ടുകാരൻ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിലെ വൃദ്ധസദനത്തിലാണ്. മരുന്ന് വാങ്ങാനുള്ള കാശ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് താനിപ്പോൾ എന്നാണ് മോഹൻ ശർമ്മ പറയുകയും ചെയ്യുന്നത്. നിരവധി സിനിമകളിൽ നായകനും വില്ലനുമായിട്ടൊക്കെ പരിചിതനായ നടനാണ് മോഹൻ ശർമ്മ. നടൻ എന്നതിനപ്പുറം സംവിധായകൻ, തിരക്കഥാകൃത്ത്, പ്രൊഡ്യൂസർ എന്നീ നിലകളിലെല്ലാം കഴിഞ്ഞ 50 വർഷത്തോളം സജീവമായി നിന്ന നടൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ വൃദ്ധസദനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ മലയാളികൾക്ക് അദ്ദേഹത്തെ ഓർമ്മ വരും. എന്നാൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അബദ്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എവിടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആരോരുമില്ലാതെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് വളരെയധികം സങ്കടമാണ് എന്ന് പറയുന്നു. പ്രേക്ഷകരും ഇതിനനുസരിച്ച് തന്നെ മറുപടി നൽകുന്നുണ്ട്. പ്രേക്ഷകർക്ക് തന്നെ വളരെ കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കാനും സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്ന് പറയാം. പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നതും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരെങ്കിലും സഹായിക്കണമെന്നും സിനിമാക്കാരുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തണമെന്നുമാണ് ഇപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം. ആരെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഇത്തരത്തിൽ താരങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് ചുറ്റും. അവരോടൊക്കെ ഇത് പറയണം. അവരോടിത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. അതാണ് ഇതിൽ കൃത്യമായി പറയാനുള്ളൊരു കാര്യം. പ്രേക്ഷകരും വളരെ കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നു. പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുന്നതിനോടൊപ്പം ആരാധകരുടെ പ്രീതിയും മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് സത്യമായി മാറുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റിനൊപ്പം തന്നെ നിൽക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഈ വാർത്ത ഏറ്റെടുക്കണമെന്നും എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കൂടെ നിൽക്കണമെന്ന് തന്നെയാണ് എല്ലാവരും കൂടെ പറയുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ വാർത്ത മാത്രമല്ല, ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും അതുപോലെ പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും എല്ലാവരുടെ ശ്രദ്ധയിലും പെടുത്താനും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു നടന്മാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സഹായിക്കുമെന്നും അദ്ദേഹത്തിന് ആരോരുമില്ലാത്തൊരു തോന്നൽ മാറിക്കിട്ടുമെന്നുമാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.